കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ DDE റിപ്പോർട്ട് കൊടുത്തു. സംഭവത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുക്കുമെന്നാണ് അറിയുന്നത്. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, ഗുഡ് മോർണിംഗ്. ഷംന, ശരിക്കും ആ കുട്ടിയുടെ മരണം കേരളത്തിലെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി എന്നുള്ളതാണ് കാര്യം. ഒരു അധ്യാപികയോ അല്ലെങ്കിൽ ആ സ്കൂളിലെ അധ്യാപകരോ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മരണം ഒഴിവായി പോയേനെ. ഒരു കുട്ടിയുടെ മനസ്സെന്താണെന്ന് വായിച്ചെടുക്കാൻ കഴിയാതെ പോകുന്ന അധ്യാപകർ നമ്മുടെ സമൂഹത്തിന് തന്നെ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുകയാണ്. പറയൂ. ഗുഡ് മോർണിംഗ്. അതാണ് 14-ാം തീയതിയാണ് ഈ അധ്യാപികയെ മാനസികമായി പീഡിപ്പിച്ചു എന്ന ആരോപണം ഉയരുന്നതും അതേ തുടർന്ന് വിദ്യാർത്ഥി അർജുൻ ആത്മഹത്യ ചെയ്യുന്നതും. എന്തായാലും ഇന്നലെ DDE റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് DEOക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിന്ന് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് DEO കൈമാറും. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക. ഈ ക്ലാസ് അധ്യാപിക ആശ മാനസികമായി തന്നെ അർജുനെ പീഡിപ്പിച്ചിരുന്നു, ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു. കുട്ടികൾ തമ്മിൽ ചാറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട്, അതായത് ഇൻസ്റ്റഗ്രാമിലൂടെ മോശമായി ചില മെസ്സേജുകൾ അയച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പരാതി നൽകിയിരുന്നു സ്കൂളിൽ. ഇത് രണ്ട് വീട്ടുകാരും എത്തി, അർജുന്റെയും മറ്റ് സഹപാഠിയുടെയും വീട്ടുകാരെത്തി സ്കൂളിലെത്തി സംസാരിച്ച് സോൾവ് ചെയ്ത ഒരു വിഷയമാണ്. പക്ഷെ അന്നേ ദിവസം ഈ ആരോപണ വിധേയയായ ആശ എന്ന ടീച്ചർ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം, അതായത് 14-ാം തീയതി ആശ ടീച്ചർ സ്കൂളിലെത്തുകയും ഈ വിദ്യാർത്ഥി അർജുനെ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുകയും ചെയ്തു, ഭീഷണിപ്പെടുത്തി. അതായത് ഇത് സൈബർ സെല്ലിൽ അറിയിച്ചാൽ 1.5 വർഷം ജയിലിൽ കടക്കാവുന്ന ശിക്ഷയാണ്, 25,000 രൂപ പിഴ അടയ്ക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ സൈബർ സെല്ലിലേക്ക് ഫോൺ ചെയ്തു എന്നാണ് കുട്ടികൾ പറയുന്നത്. എന്തായാലും ഇതേ തുടർന്ന് വളരെ മാനസിക വിഷമത്തിലായിരുന്നു അർജുൻ എന്നും അന്നേ ദിവസം സ്കൂൾ വിട്ടു പോകുമ്പോൾ സഹപാഠികളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്റെ മരണത്തിലൂടെയെങ്കിലും ആശ ടീച്ചറുടെ വിവരം അതെല്ലാവരും അറിയട്ടെ, ആശ ടീച്ചറെ സ്കൂളിൽ നിന്ന് അങ്ങനെയെങ്കിലും പുറത്താക്കട്ടെ എന്ന് അർജുൻ സഹപാഠികളോട് പറഞ്ഞിരുന്നതായും ഇന്നലെ നമ്മളോട് കുട്ടികൾ പറയുകയുണ്ടായി. മറ്റൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. അതായത് ഈ വിദ്യാർത്ഥിയുടെ കുടുംബത്തിനെതിരെയാണ്. ഈ കുടുംബത്തിൽ നിന്ന് കുട്ടിക്ക് വളരെയധികം മാനസിക വിഷമങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. പലപ്പോഴും വഴക്കുകൾ കേൾക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ സ്കൂളിൽ നിന്നൊരു വിഷമം ഉണ്ടായപ്പോൾ അത് വീട്ടിൽ പോയി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി കുട്ടിക്ക് ഉണ്ടായി. ഈ രണ്ട് കാര്യങ്ങൾ കൂടിയാണ് കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികളും രംഗത്തെത്തി. എന്തായാലും 14-ാം തീയതി അർജുൻ ആത്മഹത്യ ചെയ്യുന്നു. അതേ തുടർന്ന് ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ഭാഗത്ത് നിന്ന് സ്കൂളിൽ ഉണ്ടായിരുന്നത്. ഈ ടീച്ചർമാർക്കെതിരെ നടപടിയെടുക്കുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് കുട്ടികൾ അറിയിച്ചു. ഇതേ തുടർന്ന് മാനേജ്മെന്റും ഒപ്പം വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം മാനേജ്മെന്റും സ്കൂൾ അധികൃതരും ഒക്കെ ചേർന്ന യോഗത്തിൽ ഈ ആരോപണ വിധേയയായ ആശ ടീച്ചർക്കെതിരെയും പ്രധാന അധ്യാപകർക്കെതിരെയും നടപടി സ്വീകരിച്ചു, സസ്പെൻഷൻ സ്വീകരിച്ചു. ഇനി വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാരല്ലെന്ന് തെളിയുന്നത് വരെ സസ്പെൻഷൻ നീളുമെന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.